ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ മടങ്ങി വന്ന ശീമോൻ പത്രോസ് തന്റെ അധ്വാനം സഫലമാകാതിരുന്നപ്പോഴും തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ, പ്രത്യാശ കൈവിടാതെ തന്റെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ശീമോനെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രത്യാശയും വേദനയും നിറഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ വേദനയുടെ നടുവിൽ നമ്മുടെ ദൗത്യങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വേദന നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള മറുപടി നമുക്ക് ലഭിക്കാതെ വരുമ്പോഴും പ്രത്യാശയോടെ നമ്മളിൽ പകർന്നിരിക്കുന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണം അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മിൽ നിക്ഷിപ്തമായ ദൗത്യം. ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ദൗത്യം, അതിൻ്റെ പൂർത്തീകരണം നമ്മളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. സന്തോഷത്തോടെ പൂർത്തീകരിക്കുന്നവരെ ദൈവം ഏറെ ഇഷ്ടപ്പെടുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കാം, ഒത്തിരി നഷ്ടത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. ഇന്ന് നിങ്ങളുടെ കണ്ണുനീരിനെയൊക്കെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അതേ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ശീമോൻ പത്രോസിൻ്റെ പടക് നിറഞ്ഞതായിട്ടും മറ്റു ചെറു പടകിലേക്കും തൻ്റെ ആ നന്മയെ പകർന്നു കൊടുക്കാൻ ഉള്ള നിലവാരത്തിൽ യേശു തന്നെ പടകിനെ നിറച്ചതായിട്ട് നമുക്ക് വായിക്കാനായിട്ടിടയാവും. ദൈവമക്കളെ, ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ, പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും പ്രത്യാശ കൈവിടാതെ വീണ്ടും മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.